നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിചിന്തകർക്കും സ്വാഗതം. ഓണത്തിൻ്റെ അവധിയും അനുബന്ധ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറേ ദിവസം വീഡിയോ നമ്മൾ ഒഴിവാക്കിയത്. യാത്രയൊക്കെ ആയിരിക്കുന്നു കരുതിയാണ് വീണ്ടും നമ്മൾ നമ്മുടെ വാസ്തുവിജ്ഞാനം ആരംഭിക്കുകയാണ്. നമുക്ക് ഇനി നോക്കേണ്ട കുറേ ഇനിയും, അതായത് നമ്മൾ ഈ ജന്മം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്രയാണ് വാസ്തുവിജ്ഞാനം. ഓരോരോ മോളിക്യൂളായിട്ട് ഓരോരോ വിഷയങ്ങളായി നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇത്രയും നാളായിട്ട്. ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാവരും ഒന്ന് ഒരു പ്രത്യേകം മനസ്സ് വെച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. പലരും പറയാറുണ്ട് പ്രശ്നങ്ങളില്ലാത്തവരില്ല എന്ന്. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. അത് പ്രാപഞ്ചികമായി ഉണ്ടാകുന്ന ഒരു പനിയോ ഒരു ചുമയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊച്ചൊരു നിർഭാഗ്യമൊക്കെ അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നുള്ളൂ. മറിച്ച് ഒരു വീട് നിരന്തരം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലുമാണെങ്കിൽ, രോഗങ്ങളാലും ദുഃഖങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഒരു വീട്ടിൽ നിറയെ രോഗങ്ങളാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിറയെ സാമ്പത്തിക പ്രതിസന്ധികളാണ്, അല്ലെങ്കിൽ ഒരു വീട് നിറയെ വഴക്കാണ്, ഒരു വീട് നിറയെ കേസുകളാണ്, ഒരു വീട് നിറയെ ബന്ധങ്ങളുണ്ടാകുന്നില്ല, ഒരു വീട്ടിൽ മക്കളുണ്ടാകുന്നില്ല, ഇനി ഉണ്ടായ മക്കൾക്ക് വേറെ ദുരിതങ്ങൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി വരുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയണം എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന്. മറ്റ് പല കാരണങ്ങൾ തേടി നിങ്ങൾ പലയിടത്തും പോകുന്നുണ്ടാവാം. മറ്റു ചില കാരണങ്ങൾ തേടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ആക്ച്വലി അങ്ങനെയല്ല. പുതുതായി വീട് വയ്ക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് പറയുന്നത്. ഇതിനകം വെച്ച് കഷ്ടത്തിലായവരെ പോലെ പുതുതായി വീട് വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വീടെങ്കിലും കഷ്ടങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ വയ്ക്കണം. ഓരോ ആളുകൾ ചോദിക്കുന്നുണ്ട്, വീടാണ് കഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പോലെ അല്ലെ അവിശ്വാസം പോലെയാണ്. അവരവരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ അവരവരറിയുന്നില്ല. അവരവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാണ്. എൻ്റെ വീട്ടിലെ ഈ നിർമ്മാണ വൈകല്യമാണ്, എൻ്റെ വീട്ടിലെ ഈ ഭൂമിയുടെ ഈ പ്രശ്നമാണ് എനിക്ക് വിഷമം ഉണ്ടാകുന്നതെന്ന് ആരും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അഥവാ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു, അഥവാ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ രോഗങ്ങളില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മറ്റ് വേറെ മാനസിക വിഷമങ്ങളില്ലാതെ ജീവിക്കുകയാണോ? നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുകയാണോ? നിങ്ങളുടെ വീട് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ മതി. മറിച്ച് നിങ്ങൾക്ക് നിരന്തരം തുടർച്ചയായി നിങ്ങളെ ഓരോ ഇഷ്യൂസ് അലട്ടുകയാണെങ്കിൽ, നിങ്ങളെ തുടർച്ചയായി നിങ്ങൾ രോഗത്തിന് അടിമയാകുകയാണെങ്കിൽ, നിങ്ങളുടെ ബന്ധങ്ങൾ പ്രതിസന്ധിയിലാകുകയാണെങ്കിൽ, നിങ്ങളുടെ ബന്ധങ്ങൾ ഇല്ലാതെയാകുകയാണെങ്കിൽ, നിങ്ങളുടെ വരുമാനം അസ്ഥിരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ വീട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീട് ശ്രദ്ധിച്ച് അവിടുത്തെ നിർമ്മാണ വൈകല്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അത് തച്ചുശാസ്ത്രമാണെന്ന് തിരിച്ചറിയുന്ന ആളുകൾ ഇന്നുമുണ്ട്. വാസ്തുശാസ്ത്രം തച്ചുശാസ്ത്രമല്ല. വാസ്തുശാസ്ത്രം ജ്യോതിഷവുമല്ല. തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും ജ്യോതിശാസ്ത്രവും മൂന്ന് വിഷയങ്ങളാണ്, 3 സബ്ജക്റ്റാണ്, 3 ശാഖകളാണ്. മൂന്നായി വ്യത്യസ്തതയുണ്ട് മൂന്നിനും. ഒരെണ്ണം തടിപ്പണിയെപ്പറ്റി പഠിക്കുമ്പോൾ, മറ്റൊന്ന് ജ്യോതിഷത്തെ പറ്റി പഠിക്കുമ്പോൾ, മറ്റേത് പറയുന്നത് ഈ മണ്ണിനെ പറ്റിയാണ്, വാസ്തുശാസ്ത്രം. നിങ്ങളുടെ വീടുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്ന, ഈ മണ്ണുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന ജീവനായി നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന ഇതേ ഊർജമാണ് ഈ മണ്ണിൽ ഒഴുകുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഓരോരോ സ്ഥാനം നിർണയിച്ച് ഓരോരോ അവയവങ്ങൾ നൽകുന്ന പോലെ നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ഭൂമിക്കും ഓരോരോ സ്ഥാന അവസ്ഥകൾ നൽകണം.
ആ ഊർജങ്ങൾ ഒഴുകിപ്പോകുന്ന ഊർജങ്ങൾ യഥാവിധി ഒഴുകി പരന്നെങ്കിൽ മാത്രമേ വീട്ടിൽ സമാധാനവും സൗഖ്യവും ഉണ്ടാവൂ. ഒന്ന് മനസമാധാനം, ഒന്ന് മാന്യമായ വരുമാനം, മറ്റൊന്ന് രോഗമില്ലാത്ത അവസ്ഥ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായി ഉണ്ടാകണം. ഈ 3 കാര്യം തരാത്ത വീടുകളാണ് പ്രശ്നങ്ങളുള്ള വീടുകൾ. ഈ 3 ഉറപ്പാക്കുന്ന വീടുകൾ വേണം നിങ്ങൾ വച്ചെടുക്കുവാൻ. ഈ 3 ഉറപ്പാക്കി വെച്ചു കൊടുക്കാൻ കഴിയണം ഒരു വാസ്തുകാരന്. ഈ 3 കാര്യം ഒരു വീട്ടിൽ ഉറപ്പാക്കി കൊടുക്കാൻ ഒരു വാസ്തുകാരന് കഴിഞ്ഞാൽ അത് ആ കുടുംബത്തെയാകെയാണ് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. നല്ല അറിവുള്ള ഒരുപാട് ആളുകളുണ്ട് കേരളത്തിലെ. അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ കഴിയും. മറിച്ച് വാസ്തു ജ്യോതിശാസ്ത്രമാണ്, വാസ്തു തച്ചുശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വീടുകളിലെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഇഷ്യൂവിന് കാരണമെന്ന് തിരിച്ചറിയുക. നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറാകുക. ഇനി വീടുകൾ വയ്ക്കാൻ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് പേര് പുതിയ വീടിന് പ്ലാൻ ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം മുതലേ ആ വസ്തു കാണുന്നത് മുതൽ, വസ്തു കണ്ട് പ്ലാൻ വരച്ച് അതിൻ്റെ കല്ലിട്ട് അതിനെ കട്ടിള വെച്ച് അതിൻ്റെ വാർത്ത് അതിൻ്റെ മേൽക്കൂര കെട്ടുന്ന ഓരോ ഘട്ടത്തിലും നല്ല തരത്തിൽ അതിൻ്റെ വാസ്തു പരിഗണിച്ച് പരിശോധിച്ച് മാത്രം തീരുമാനിക്കുക. ഇനിയും നിങ്ങളുടെ വീടുകളിലെ പ്രശ്നങ്ങൾ വച്ചുപോയ വീടുകളാണെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ കണ്ടെത്തുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ നിരീക്ഷിക്കാൻ പറ്റും. എത്രയോ വീടുകളിലാണ് മനസമാധാനമില്ലാതെ കരയുന്ന എത്രയോ സ്ത്രീകളുള്ളത്. എത്രയോ കുടുംബങ്ങളിൽ എത്രയോ സ്ത്രീകൾ കണ്ണുനീര് തോരാത്ത എത്രയോ വീടുകളുണ്ട് ഈ നാട്ടിൽ. അപകടങ്ങളായിട്ട് തുടർച്ചയായി സംഭവിക്കുന്ന എത്രയോ വീടുകളുണ്ട് ഈ നാട്ടിൽ. രോഗങ്ങളായിട്ട് ആശുപത്രി വിടാനാകാത്ത എത്രയോ വീടുകളുണ്ട് ഈ വീട്ടിൽ. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, എന്തേ നിങ്ങളുടെ വീട്ടിൽ മാത്രം ഈ രോഗം വരുന്നു? എന്തേ നിങ്ങളുടെ വീട്ടിൽ മാത്രം ഈ സാമ്പത്തിക ഇഷ്യൂസ് വരുന്നു? എന്തേ നിങ്ങളുടെ വീട്ടിൽ മാത്രം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ടാകുന്നു? എന്തേ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ നല്ല കുട്ടികളാകുന്നു? എന്തേ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ രക്ഷപ്പെട്ടു, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ രക്ഷപ്പെട്ടില്ല? നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ ഗഹനമായ വളരെ വിശദമായ ഒരു നിരീക്ഷണം ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ നിരീക്ഷിക്കാം. നിങ്ങൾ കുറേ നിരീക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളായി നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിലുണ്ടോ അത്രയും നാളായി നിങ്ങൾ അനുഭവിക്കുന്നത് എന്ത് എന്ന് കണ്ടെത്തുക. അത് അതെങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് ഓരോരോ വിഷയങ്ങൾ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെയാണോ നോക്കി വീണ്ടും നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരമില്ല എങ്കിൽ, വിഷമങ്ങൾക്ക് പരിഹാരമില്ലാതെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ വീട് അടിയന്തരമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് ചിലവാകുന്ന പൈസയൊന്നും അല്ല സംഭവം. എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഭക്ഷണം കഴിച്ച് എത്രയോ ലക്ഷങ്ങൾ ഒരു 5 കൊല്ലത്തെ അല്ലെങ്കിൽ 10 കൊല്ലത്തെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വില നോക്കി എത്ര ലക്ഷങ്ങൾ വരും. അതുകൊണ്ട് അതിനാകുന്ന, അല്ലെങ്കിൽ ഒരാൾ പ്രൊഫഷണലായി ചെയ്യുന്ന ഒരു പണിക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് അതൊരു വലിയ കാര്യമായി കാണേണ്ടതില്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വീട് പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ആ വീട് പരിശോധിപ്പിച്ച് നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരാകേണ്ടതുണ്ട്. ഞാനിന്ന് പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം, നിങ്ങൾ പ്രശ്നങ്ങളിലാണോ, നിങ്ങൾ പ്രതിസന്ധികളിലാണോ, നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണോ എങ്കിൽ കണിശമായും നിങ്ങളുടെ വീട് പരിശോധിക്കണം. ഈ വിജ്ഞാനം നിങ്ങൾ സ്വീകരിക്കണം. ഇത് സത്യമാണ്. ഇതിനകത്ത് ഒരു മറയില്ല. ഞാൻ പറയുന്നതിനെ വീണ്ടും ആവർത്തിക്കുന്നു, ജീവിതാനുഭവങ്ങൾ മാത്രം എടുക്കുക. തുടർ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേഗം പരിഹരിക്കുക. അതിന് വാസ്തുവിലുള്ള പരിഹാരം തന്നെയാണ് വേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ വിശ്വാസമാണ്. മറിച്ച് വാസ്തുശാസ്ത്ര സംബന്ധമായ മാറ്റങ്ങൾ മാറ്റുക തന്നെ വേണം. മാറ്റി നിങ്ങളെല്ലാവരും രക്ഷപ്പെടേണ്ടതുണ്ട്. ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.